മതവിദ്വേഷ പരാമർശത്തിൽ യോഗി ആദിത്യനാഥിനും മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. 3 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കരുതെന്ന കമ്മീഷന്റെ നിർദ്ദേശം സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിനെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത്. സന്തോഷ് സല്ലിംഗ് ചേരുന്നു വിവരങ്ങളുമായി. സന്തോഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് എന്നതും ശ്രദ്ധേയം. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുവർക്കും എതിരായി പറഞ്ഞിരിക്കുന്നത്? പ്രിയ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത വിമർശനം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഉപദേശങ്ങളും മുന്നറിയിപ്പും വിട്ട് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കമ്മീഷൻ കടന്നിരിക്കുന്നത്. BJP പ്രചാരണ റാലിയിൽ ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ബജ്രംഗ് ബലി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിന് 72 മണിക്കൂറിലേക്ക് കമ്മീഷൻ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മീററ്റിൽ നടന്ന പ്രചാരണ റാലിയിലാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് യോഗി ആദിത്യനാഥിന്റെ വിദ്വേഷ പരാമർശമുണ്ടായത്. ഭരണഘടന ഉറപ്പു നൽകുന്ന ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ പോലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കഴിഞ്ഞില്ല എന്നും ഉത്തരവിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. നാളെ രാവിലെ 6 മണി മുതൽ തെരഞ്ഞെടുപ്പ് വിലക്ക് പ്രാബല്യത്തിലാകും. 3 ദിവസത്തേക്ക് പൊതുസമ്മേളനങ്ങൾ, റോഡ് ഷോകൾ, മാധ്യമ അഭിമുഖങ്ങൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണം ഇതൊന്നും നടത്താൻ പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. BSP അധ്യക്ഷ മായാവതിക്ക് 2 ദിവസത്തേക്കാണ് പ്രചാരണ വിലക്ക്. 1ാംഘട്ട വോട്ടിംഗിന്റെ അവസാന പ്രചാരണ ദിനമായ 9-ാം തീയതി UPയിലെ സഹാറൻപൂരിൽ BSP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയ വോട്ടഭ്യർത്ഥനയിലാണ് മായാവതി പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തെ പ്രത്യേകം എടുത്ത പരാമർശം നടത്തിയത്. മുസ്ലിങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യരുത് എന്നായിരുന്നു മായാവതിയുടെ പരാമർശം. മതം തിരിച്ചു നടത്തിയ ഈ അഭ്യർത്ഥനയുടെ പേരിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തേക്ക് മായാവതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. നാളെ തന്നെ സുപ്രീം കോടതിയെ ഈ 2 നേതാക്കൾക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി അറിയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ശരി, വിവരങ്ങളാണ് സന്തോഷ് സല്ലിംഗ് നൽകിയത്. സ്വന്തം അധികാര പരിധിയെക്കുറിച്ച് ബോധ്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് നാളെ തന്നെ വിശദീകരണം നൽകാനും സുപ്രീം കോടതി നിർദ്ദേശം. ഇതിനിടെ കോടതി അലക്ഷ്യ ഹർജിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സംഗത പുലർത്തുന്നുവെന്ന വിമർശനം ശക്തമാകവെയാണ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയും രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ സസൂക്ഷ്മം പരിശോധിക്കുന്നതിനായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതി രൂപീകരിക്കണമെന്ന ഹർജി പരിഗണിക്കവേ ആദിത്യനാഥ്, മായാവതി തുടങ്ങിയ നേതാക്കൾ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിച്ചതിൽ എന്ത് നടപടിയുണ്ടായെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആരാഞ്ഞു. നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേയുള്ളൂ. ഇത്തരം പ്രസംഗത്തിന്റെ പേരിൽ ആരെയും അയോഗ്യനാക്കാൻ അധികാരമില്ലെന്നുമായിരുന്നു കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തി വരാഞ്ഞതോടെയാണ് സ്വന്തം അധികാരപരിധിയെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം. തൊട്ടു പിന്നാലെ കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് വിശദമായ പരിശോധന വേണമെന്നും നാളെ തന്നെ കമ്മീഷൻ പ്രതിനിധി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും കോടതി വ്യക്തമാക്കി. ഭരണഘടനയുടെ 324-ാം വകുപ്പ് പ്രകാരം കമ്മീഷന്റെ അധികാരപരിധി വിശാലമാണെന്ന് ഹർജിക്കാരും വാദിച്ചു. അതേസമയം കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകി. 23-ന് കേസ് വീണ്ടും പരിഗണിക്കും മുൻപായി വിശദീകരണം നൽകണം. റഫാലിൽ പിന്നീട് പുറത്തുവന്ന രേഖകൾ പരിഗണിക്കണമോ എന്ന് മാത്രമാണ് പരിശോധിച്ചത്. കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സുപ്രീം കോടതിയും വിശദീകരിച്ചു. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പദത്തിനായി യെദ്യൂരപ്പ കോഴ നൽകിയതിന്റെ യഥാർത്ഥ ഡയറി കുറിപ്പ് പുറത്ത്. കോൺഗ്രസ് ആണ് ഡയറി കുറിപ്പ് പുറത്തുവിട്ടത്. BJP നേതൃത്വത്തിന് 1800 കോടി രൂപ കോഴ നൽകിയതിന്റെ കണക്കാണ് ഡയറി കുറിപ്പിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2008 മെയ് മുതൽ 2011 മെയ് വരെ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയുടെ കർണാടക നിയമസഭയുടെ ഔദ്യോഗിക ഡയറിയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഡയറിയിൽ കന്നഡ ഭാഷയിൽ സ്വന്തം കൈപ്പടയിലാണ് യെദ്യൂരപ്പ കോഴ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പദത്തിനായി BJP ദേശീയ നേതൃത്വത്തിന് കോഴ നൽകിയെന്നാണ് ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യെദ്യൂരപ്പയ്ക്കും ഡയറിയിൽ പറയുന്ന നേതാക്കൾക്കും എതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് में जांच होनी चाहिए और क्योंकि आज लोकपाल का गठन हो गया है तो लोकपाल की पहली जांच यही होनी चाहिए और प्रधानमंत्री जी से सवाल पूछने चाहिए, इनके मंत्रियों से सवाल पूछने चाहिए और पूरी तरह से इन्वेस्टिगेशन होनी चाहिए.
ഗഡ്കരി, ജെയ്റ്റ്ലി എന്നിവർക്ക് 150 കോടി വീതവും രാജ്നാഥ് സിംഗിന് 100 കോടിയും അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി വീതവും BJP കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടിയും ജഡ്ജിമാർക്ക് 250 കോടിയും നൽകിയെന്നാണ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പേജിന് താഴെയും യെദ്യൂരപ്പയുടെ കയ്യൊപ്പുമുണ്ട്. 2017 മുതൽ ആദായ നികുതി വകുപ്പിന്റെ കൈവശം ഇതിന്റെ പകർപ്പുണ്ട്. എന്നാൽ നടപടി സ്വീകരിക്കാത്തതിന് യഥാർത്ഥ ഡയറി കണ്ടെത്താനായില്ല എന്ന വിശദീകരണമാണ് പ്രത്യക്ഷ നികുതി ബോർഡ് നൽകിയിരുന്നത്. നേരത്തെ ഡയറിയുടെ പകർപ്പും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. ഇതോടെ കർണാടക തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ BJP കൂടുതൽ പ്രതിരോധത്തിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ശബരിമല വിഷയത്തെക്കുറിച്ച് കേരളത്തിലുള്ളവർക്ക് അറിയാമെന്നതിനാലാണ് സംസ്ഥാനത്തിന് പുറത്തുപോയി പ്രധാനമന്ത്രി പറയുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്രമത്തെ സത്പ്രവൃത്തിയായി കാണുന്നവരാണ് സംഘപരിവാറുകാർ. ശബരിമലയിൽ ഭക്തരെ തടഞ്ഞതുൾപ്പെടെയുള്ള അക്രമങ്ങൾ RSS സത്പ്രവൃത്തിയായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കാട്ടാക്കടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് വർഗീയതയിലൂടെ കരുത്തു വർദ്ധിപ്പിക്കുകയാണ് RSS. കോൺഗ്രസിനാകട്ടെ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനാണ് ഇഷ്ടം. നിലവിൽ BJPയിലുള്ളത് കോൺഗ്രസുകാർ തന്നെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെപ്പറ്റി മറ്റിടങ്ങളിൽ തെറ്റായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നത്. ശബരിമല വിഷയത്തിൽ കേസുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് സർക്കാരിനെ പഴിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കേരളത്തിലുള്ളവർക്ക് അറിയാമെന്നതിനാലാണ് ഇക്കാര്യങ്ങൾ ഇവിടെ പറയാതെ സംസ്ഥാനത്തിന് പുറത്തുപോയി പ്രധാനമന്ത്രി പറയുന്നതെന്നും തെറ്റു ചെയ്താൽ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും. ഇത് കേരളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ തങ്ങൾ ഭരിക്കുന്നിടത്തെല്ലാം ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെയും ആയിക്കൂടാന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാകുക. അതിന് ഇവിടുന്ന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇത് കേരളമാണ്. കേരളത്തിൽ തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനികളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് അക്രമ പ്രവർത്തനമോ ഗൂണ്ടാപ്രവർത്തനമോ നടത്തിയാൽ അതെല്ലാം സൽപ്രവൃത്തിയായി കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ചെലവാകില്ല. രാജ്യത്തിന്റെ പരമോന്നത കോടതി പറയുന്നത് ഏതൊരു സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കഴിയൂ. ശബരിമലയിൽ വേണ്ട വികസനത്തിനായുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചുവെന്നും ശബരിമലയിലെ അക്രമത്തിലൂടെ കലാപമുണ്ടാക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന് കേന്ദ്രവും വിവിധ ഏജൻസികളും വിലയിരുത്തിയ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSും BJPയും എന്ന് പ്രകാശ് കാരാട്ട്. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റു മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനവും BJPയെ കടന്നാക്രമിച്ചുമാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്ത് തന്റെ പര്യടനം ആരംഭിച്ചത്. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി മോദി സർക്കാരിനെ പുറത്താക്കണം. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കും. BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുകയാണെന്ന് കാരാട്ട് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടി is not playing a constructive role today. It is actually hampering the secular unity of the secular democratic forces in the fight against the BJP. The Congress party cannot be relied upon because it has a record of compromising with the BJP and the communal forces, of making opportunistic deals with the very communal forces whom it proclaims that it is fighting. We have seen how time and again they have compromised and colluded with these forces. That is happening here, I am sure, in Thiruvananthapuram also, constituency. വലിയ ആവേശത്തോടെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കാരാട്ടിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. വിഷുദിനത്തിന്റെ ആലസ്യത്തിലും വലിയ ജനക്കൂട്ടമാണ് കാരാട്ടിനെ കേൾക്കാനെത്തിയത്. LDF നേതാക്കളായ M. വിജയകുമാർ, പ്രകാശ് ബാബു, പിരപ്പൻകോട് മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതവികാരം വ്രണപ്പെടുത്തിയ പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങൾ പാടില്ലെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി. പ്രത്യക്ഷമായോ പരോക്ഷമായോ മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും നിർദ്ദേശം. പരാതിക്ക് ഇടയാക്കിയ പരാമർശം ആവർത്തിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി. വിവാദ പ്രസംഗത്തിന്റെ വീഡിയോയും പ്രേമചന്ദ്രന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷമാണ് കമ്മീഷന്റെ നടപടി. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രേമചന്ദ്രൻ മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശം നടത്തിയത്.
ക്രിക്കറ്റ് ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 15-അംഗ ടീമിനെ വിരാട് കോഹ്ലി നയിക്കും. രോഹിത് ശർമ്മയാണ് ഉപനായകൻ. ദിനേശ് കാർത്തിക് രണ്ടാം വിക്കറ്റ് കീപ്പർ. അമ്പട്ടി റായുഡുവിനെയും ഋഷഭ് പന്തിനെയും ഒഴിവാക്കി ലോകേഷ് രാഹുൽ ടീമിൽ ഇടം പിടിച്ചു. കേദാർ ജാദവും ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും വിജയ് ശങ്കറും ഓൾറൗണ്ടർമാർ. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജോർജറ്റ് ജോൺ ചേരുകയാണ്. ജോർജറ്റ്, അങ്ങനെ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ടീമിന്റെ പ്രഖ്യാപനം നടന്നു. അതിലെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെ ഈ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ആരൊക്കെ പുറത്തായിരിക്കുന്നു? പ്രിയ, അല്പം മുമ്പാണ് ടീം സെലക്ഷൻ കമ്മിറ്റി ടീമിനെ പ്രഖ്യാപിച്ചത്. MSK പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയാണ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ അത്ഭുതങ്ങളൊന്നും ടീമിൽ ഇല്ലെങ്കിൽ പോലും പരിചയസമ്പന്നതയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പോലെ ഒരു സ്ഥലത്ത് മത്സരം നടക്കുമ്പോൾ ഏറ്റവും ഉചിതമായ ഒരു ടീം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ വിലയിരുത്തൽ തന്നെ വരുന്നത്. ക്യാപ്റ്റനായി ഇപ്പോൾ കോഹ്ലി തന്നെയാണുള്ളത്. കോഹ്ലി തന്നെ ലോകകപ്പിലും ഇന്ത്യയെ നയിക്കും. രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റനായി തുടരുകയും ചെയ്യും. രോഹിതും ധവാനും ചേർന്നാണ് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവർ തന്നെ അത് തുടരും. ഏറെ വിശ്വസ്തരായ ഒരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് തന്നെയാണ്. അതിൽ മാറ്റം വരുത്താൻ സെലക്ഷൻ കമ്മിറ്റി ഇതുവരെ തയ്യാറായില്ല. എന്തായാലും അവർ ഓപ്പണിംഗിൽ തുടരുമ്പോൾ കോഹ്ലി 3-ാം സ്ഥാനക്കാരനായി കളത്തിൽ ഇറങ്ങും എന്നുള്ളതാണ്. MS ധോനി അടക്കമുള്ള ആളുകളും ഈ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് നിര വളരെ ശക്തമാണ്. 4-ാം നമ്പറിലേക്ക് മാത്രമായിരുന്നു ആരെ കണ്ടെത്തും എന്ന് സെലക്ഷൻ കമ്മിറ്റിയെ കുഴച്ചിരുന്ന ഒരു ചോദ്യം. ഈ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ലോകേഷ് രാഹുലിനെ പരിഗണിച്ചിരിക്കുന്നത്. വളരെ വലിയ പ്രകടനം തന്നെയാണ് അദ്ദേഹം ഈ കാലയളവിലൊക്കെ നടത്തിയത്. ക്രിക്കറ്റിന്റെ 3 വിഭാഗങ്ങളിലും സെഞ്ചുറി നേടി മികച്ച കളിക്കാരനായി നിലവിൽ വിലയിരുത്തപ്പെടുന്ന ലോകേഷ് രാഹുലിനാണ് 4-ാം നമ്പറിലേക്ക് നറുക്ക് വീണത്. ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഉള്ളത് വിജയ് ശങ്കറും ഹാർദിക് പാണ്ഡ്യയുമാണ് ഓൾറൗണ്ടർമാരായി ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പിൽ മത്സരിക്കുക. ടീമിൽ 3 സ്പിന്നർമാരെയും 3 പേസർമാരെയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. നിലവിലുള്ള താരങ്ങളൊക്കെ തന്നെയാണ് അക്കാര്യത്തിൽ ഉള്ളത്. യുസ്വേന്ദ്ര ചാഹൽ, കുൽദീപ് യാദവ്, ഭുവനേശ്വർ കുമാർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി തുടങ്ങിയവർ ഇന്ത്യയുടെ ബോളിംഗ് നിരയെ സമ്പന്നമാക്കും. മെയ് 30 മുതലാണ് ഇന്ത്യയുടെ മത്സരം. ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. വിദേശത്ത് കളിക്കുന്നത് കൊണ്ട് തന്നെ പരിചയസമ്പന്നതയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയായിരുന്നു. ധോനിയെ പോലെ ഒരു തവണ ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ കൂടി ഇന്ത്യൻ ടീമിലുള്ളത് ഏറെ ഗുണകരമാകും. ഒപ്പം തന്നെ കോഹ്ലി അടക്കമുള്ള പ്രമുഖരുണ്ട്. കോഹ്ലിയും ധോനിയും ചേർന്ന് തന്നെയാകും ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും. ഇന്നത്തെ ലോകകപ്പ് സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ കോഹ്ലി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. കോഹ്ലിയുടെ താല്പര്യപ്രകാരം കൂടിയാണ് ലോകേഷ് രാഹുൽ അടക്കമുള്ളവർ ടീമിലേക്ക് വന്നത്. എന്നാൽ ദിനേശ് കാർത്തിക് കൂടി ഒരു വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തേക്ക്, ധോനിക്ക് ഒപ്പം തന്നെ വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തേക്ക് ദിനേശ് കാർത്തികിനെയും പരിഗണിച്ചിരിക്കുന്നു. വിജയ് ശങ്കർ, ഹാർദിക് പാണ്ഡ്യ എന്നിവരെ പാർട്ട് ടൈം ബോളർമാരായും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഓൾറൗണ്ടർമാരായും പരിഗണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അമ്പാട്ടി റായുഡു, ഋഷഭ് പന്ത് തുടങ്ങിയവരെയാണ് ഈ സെലക്ഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുള്ളത്. അത് അവരുടെ പ്രകടനം മോശമായതുകൊണ്ടല്ല, പരിചയസമ്പന്നതയ്ക്ക് മുൻതൂക്കം കൊടുത്തതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടുപേരെ ഒഴിവാക്കിയത്. എന്തായാലും അപ്രതീക്ഷിതമായി ടീമിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഒരു ശക്തമായ ടീമിനെ, മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു ടീമിനെ തന്നെയാണ് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യ പറഞ്ഞുവിടുന്നത്. പ്രിയ, ക്രിക്കറ്റ് ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 15-അംഗ ടീമിനെ വിരാട് കോഹ്ലി നയിക്കും. രോഹിത് ശർമ്മയാണ് ഉപനായകൻ. വിവരങ്ങളാണ് ജോർജറ്റ് ജോൺ നൽകിയത്. സമൂഹമാധ്യമ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് സ്റ്റേ ചെയ്ത മദ്രാസ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. കേസ് 22-ാം തീയതി പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കേസ് നാളെ വീണ്ടും മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിനാലാണ് 22-ാം തീയതി പരിഗണിക്കാനുള്ള തീരുമാനം. മുതിർന്ന പത്രപ്രവർത്തകനും മലയാളം ന്യൂസ് കോളമിസ്റ്റും ചന്ദ്രിക പത്രാധിപ സമിതി മുൻ അംഗവുമായ KP കുഞ്ഞിമൂസ നിര്യാതനായി. കോഴിക്കോട് പന്നിയങ്കര VK കൃഷ്ണമേനോൻ റോഡിലെ മൈത്രിയിലായിരുന്നു അന്ത്യം. തലശ്ശേരി സ്വദേശിയായ കുഞ്ഞിമൂസ ദീർഘകാലമായി കോഴിക്കോട്ടാണ് താമസം. വിരമിക്കുമ്പോൾ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന്റെ ചുമതല വഹിക്കുകയായിരുന്നു. 1966-ൽ ചന്ദ്രിക പത്രാധിപ സമിതിയിൽ ചേർന്ന KP ദിനപത്രത്തിൽ പല തസ്തികകളിലും ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്നു. ഇടക്കാലത്ത് ലീഗ് ടൈംസ് ന്യൂസ് എഡിറ്ററായി. KP കുഞ്ഞിമൂസയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു.